വളാഞ്ചേരി നഗരസഭയിലെ 20-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻകാല കോൺഗ്രസ് നേതാവ് KT സയ്യിദ് ഹാജിയുടെ മകൻ സൈനുദ്ദീന്റെ വീട്ടിൽ വെച്ച് നടന്ന സംഗമം മുഹമ്മദ് പാറയിൽ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി കുടുംബസംഗമം എന്ന പേരിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മുഴുവൻ വാർഡ് കമ്മിറ്റികളിലും കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കുക. മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ നമുക്ക് താഴെത്തട്ടിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് പരമാവധി എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കുടുംബസംഗമം നമ്മൾ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിലധികമായി രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് ഭരിക്കുമ്പോൾ അത്തരത്തിലുള്ള നീക്കത്തെ ഏതു വിധേനയും തടയുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് കഴിഞ്ഞ 2014 മുതൽ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അടക്കമുള്ള ചരിത്രം, ആ ചരിത്രങ്ങൾ നമ്മളെല്ലാവരും നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളിലൂടെ എല്ലാം വായിച്ചറിഞ്ഞ് കേട്ടറിഞ്ഞ് പഠിച്ചറിഞ്ഞ ആ ചരിത്രത്തെയാണ് ഇന്ത്യയുടെ പരമോന്നത ചരിത്ര സ്ഥാപനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നിന്നടക്കം അവരുടെ ചിത്രങ്ങൾ വെട്ടിമാറ്റി ഇന്നത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന NCERTയുടെയും SCERTയുടെയൊക്കെ സിലബസുകളിൽ നിന്ന് ഏതു വിധേനയും ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാജ്യം നേടിയെടുത്ത ത്യാഗത്തിൻ്റെയും എല്ലാം ചരിത്രമെല്ലാം മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഒരു ഭരണകൂടം രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിനെതിരെ ശക്തമായി പോരാടുക എന്നുള്ള വലിയ ഒരു ഉദ്യമമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തി വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ യാതനകളും ത്യാഗങ്ങളും അനുഭവിച്ചുകൊണ്ടാണ്, എല്ലാവിധ ബുദ്ധിമുട്ടുകളും അതിജീവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ കേന്ദ്രത്തിലെ ഓരോ മുതിർന്ന രാഹുൽ ഗാന്ധി അടക്കം സോണിയാഗാന്ധി അടക്കമുള്ള മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. പതിവിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പ്രതിപക്ഷ പാർട്ടിയെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഏതൊക്കെ തരത്തിൽ അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്നുകൊണ്ട് ആ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി അവരെ ഭീഷണിപ്പെടുത്തി എങ്ങനെയൊക്കെ അവർ ഭരണകൂടത്തിൻ്റെ വരുതിയിലാക്കാം എന്നുള്ളതാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 10-10.5 വർഷത്തോളമായി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതിപക്ഷ ഭരണപക്ഷ ഒരു ബന്ധമെന്ന് പറയുന്നത്. മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ മണ്ഡലം പ്രസിഡന്റ് ഹസൈനാർ പറശ്ശേരി സംഗമത്തിന്റെ പ്രാധാന്യം വിവരിച്ച് സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് സുജിത്ത് അധ്യക്ഷത വഹിച്ചു. മുസ്തഫ എന്ന മുത്തു സ്വാഗതവും വാർഡ് കൗൺസിലർ ഷാഹിന റസാഖ് നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് ഭാരവാഹികളായ ഡോക്ടർ സന്തോഷ് ബാബു, KT വാപ്പു, സുനിൽ VP, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അജീഷ് പട്ടേരി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ, മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് കുഞ്ഞലവി, റസാഖ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പുതിയതായി പാർട്ടിയിലേക്ക് കടന്നുവന്ന ഹിളർ പരിയാരത്തിനെയും റിട്ടയർഡ് സൈനികരെയും പരമ്പരാഗത കർഷകരെയും ആദരിച്ചു. ഈ കുടുംബസംഘത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഈ വാർഡിന്റെ പ്രസിഡന്റ് കൂടിയായ സുജിത്ത്, ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പാറയിൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഹസൈനാർക്ക, ബ്ലോക്ക് സെക്രട്ടറിമാരായ ബാപ്പു, ഡോക്ടർ സുരേഷ് ബാബു, സുനിൽ, മുസ്ലിം ലീഗിന്റെ നമ്മുടെ ക്ഷണിതാവ് എത്തിച്ചേർന്ന കുഞ്ഞലവി, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ, വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ വികസന നേടിയെടുത്ത വാർഡ് 20, അതിന് കാരണക്കാരിയായി ഇടതുപക്ഷം വരെ അംഗീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ഷാഹിനയ്ക്ക് എല്ലാ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഷാഹിനയാണോ മെമ്പർ റസാഖാണെന്ന് അത്ര ജനങ്ങളുമായി ഇടപെടുന്ന റസാഖ് ഉൾപ്പെടെ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ കോൺഗ്രസ് കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനുവരി 30 മുതൽ ഫെബ്രുവരി 28 വരെ സംസ്ഥാന വ്യാപക